ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവരും ക്ലിക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ നൈറ്റ് ഡ്രൈവ് ആണല്ലോ. ഞങ്ങളുടെ 9th ലവ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. ഇപ്പോൾ വെഡ്ഡിങ് ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണല്ലോ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും വർഷം 9 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു ഡേ ആണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു എനിക്കത് ക്യാപ്ചർ ചെയ്ത് സേവ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു, ഒരു വീഡിയോ ആയിട്ടൊക്കെ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രൈവ് പോകണം, ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേക്ക് കട്ടിങ് ആയിട്ടാണോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകണം. ഒരു കേക്കൊക്കെ കഴിക്കാം, ഒരു ചെറിയ നൈറ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ടോ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത്. ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ തിരിച്ച് ആലുവയിലേക്ക് പോകും. നാളെ മോർണിംഗ് ഒന്ന് ട്രിവാൻഡ്രം വരെ പോകേണ്ട ആവശ്യമുണ്ട്. ആ കൂടെ സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്, ഒട്ടും സമയമില്ല. അപ്പം ഞങ്ങളുടേതായ കുറച്ച് സ്പേസ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാണ്ടല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഭയങ്കര ക്രൗഡ് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഞാനിവിടെ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. കളിച്ച് വളർന്നു വെച്ചാൽ എൻ്റെ സ്കൂൾ ഇവിടെയായിരുന്നു. ഞാനിവിടെ സെൻറ്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായത്, 1st സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ. അപ്പോൾ ഇവിടുത്തെ ഓരോ മെമ്മറീസും ഈ ഒരു വഴിയെ കൂടെ ഒക്കെ പോകുമ്പോൾ ഓരോ മെമ്മറീസൊക്കെ ഭയങ്കര റിഫ്രഷിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോർട്ട് കൊച്ചി വരാൻ. പിന്നെ സെക്കൻഡ് പ്ലേസ് ചോദിച്ചാൽ എനിക്ക് എറണാകുളം ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൻ്റെ ആ ഒരു ഏരിയയൊക്കെ അതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കാശിയിലേക്കാണ് വന്നത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്ലോസിങ് ടൈമിനോടൊക്കെ അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടുത്തെ കേക്ക് കഴിക്കാൻ വേണ്ടി എനിക്കും അതെ അക്കൂക്കും അതെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ സ്കൂൾ വിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അത് സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ വോൺ ചെയ്യും, നമുക്ക് ഷോപ്സിലോ അങ്ങനെയൊന്നും പോകാൻ പാടില്ല, എങ്ങനെയെങ്കിലും കണ്ടാൽ പണിഷ് ചെയ്യും, അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലം. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കയറാനൊക്കെ തുടങ്ങി. നമുക്ക് യൂണിഫോം ഇട്ടിട്ട് കയറാൻ പാടില്ല, എല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് പോവാം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എനിക്കിവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ്. കാശി ഇവിടെ ഏത് കഫേ ഉണ്ടെങ്കിലും എനിക്ക് കാശിനോട് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെനുവിൽ എനിക്ക് അടുത്ത ഇഷ്ടം ബ്രൗണി വിത്ത് ഐസ്ക്രീം, അത് നല്ലതാണ്. സാൻഡ്വിച്ചസ് ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. മീൻസ് ഐറ്റംസൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം നോക്കിയിട്ട് കേക്ക് എന്തായാലും ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മമ്മയുടെ സ്പെഷ്യലായിരുന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. ഞങ്ങളെല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇന്ന് അക്കൂക്ക് വേണ്ടി മമ്മ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി മുന്നിലേക്ക് ഞങ്ങൾക്ക് ഓരോരോ ദിവസം ഓരോരോ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി ക്ലോസിങ് ടൈം ആയിട്ടും ഞങ്ങൾ രണ്ടുപേരും സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ വന്നവർക്ക് അതിൻ്റെ മുകളിൽ ജാസ്മിൻ അല്ല, അതിൻ്റെ വേറൊരു ജാസ്മിൻ്റെയൊക്കെ ഒരു കാറ്റഗറി വന്ന് ചെത്തിപ്പൂ എന്നൊക്കെ പറയണ ആ ഒരു ടൈപ്പ് പൂ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണ്ടായി. എന്താ പറയുക, മുല്ലപ്പൂ അല്ലാത്ത വേറൊരു പൂവില്ലേ, എനിക്കതിൻ്റെ പേര് ശരിക്കും അറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവേർഡ് കേക്കാണ് ഇത്. എനിക്ക് ഈ കേക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. എപ്പോൾ ഇവിടെ വന്നാലും ഈ ഒരു ഐറ്റം എന്തായാലും മസ്റ്റായിട്ട് ഓർഡർ ചെയ്യും. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ എപ്പോഴത്തെയും പോലെ അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നു. നല്ല സൂപ്പർബ് യമ്മി. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാകും അങ്ങനത്തെ ഒരു അടിപൊളി കേക്കാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കാശിയിലുള്ള ഈ ഒരു അടിപൊളി കേക്ക്.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു റൈഡൊക്കെ പോയി. അപ്പോൾ ഞാനും ഒക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യണ പ്ലേസ് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതൊക്കെ. അതൊക്കെ കൊണ്ട് ഫോർട്ട് കൊച്ചി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര എന്താ പറയുക, കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ചെറുപ്പം മുതലുള്ള മെമ്മറീസാണ് ഫോർട്ട് കൊച്ചി ഏരിയയിൽ ഞങ്ങൾക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരെ തിരിച്ചിനി ആലുവയിലേക്ക് പോവാണ്. ഹലോ, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വീടെത്തി. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 11:15 ആയിട്ട്. അപ്പോൾ 11:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ, ഒരു കുട്ടി സെലിബ്രേഷൻ വ്ളോഗ്, ഒരു നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. ഞാൻ കുറച്ച് ഫോർട്ട് കൊച്ചി ഏരിയയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ആലുവയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നൊന്നും എനിക്കറിയില്ല. വളരെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു മൊമെൻറ്റ്സ് ഒന്ന് സേവ് ചെയ്യണം, ക്യാപ്ചർ ചെയ്ത് വെക്കണമെന്ന് കരുതി. അങ്ങനെ തന്നെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നാളെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം പോകണം. കൂടെ അല്ലേ, സിസ്റ്റർ അവിടെയാണ്, തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഇനി കിടന്നുറങ്ങട്ടെ. നാളെ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.